ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് ചെമ്മീൻ കറിയാണ്. അത് നല്ല വറുത്തരച്ച ചെമ്മീൻ കറി. നല്ല നാടൻ ടേസ്റ്റിലുള്ള ചെമ്മീൻ കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം നമ്മൾ അരപ്പിന് ആവശ്യത്തിനുള്ള ആ ഒരു തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലാവണം. ശേഷം ഇങ്ങനെ ഒരു ചട്ടി വെക്കുക. അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കുക. ആ ഉലുവ ഒന്ന് എണ്ണയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അല്പം ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചെറിയ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതും ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുത്ത ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും അതുപോലെ ആവശ്യത്തിനുള്ള പച്ചമുളകാണ്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്തത്. എന്നിട്ട് അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പം നമ്മളെ കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്ലീനാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ്. ആ ചെമ്മീൻ കറിയിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഇവിടെ ചെമ്മീൻ ഇട്ടതിന് ശേഷമാണ് ഉപ്പിട്ടത്. ആ ചെമ്മീനിലേക്കെല്ലാം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മൾ ചെമ്മീൻ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് മുഴുവനായിട്ടും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കറിയൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ശേഷം അതൊന്ന് പതയ്ക്കാൻ വേണ്ടി വെച്ചു. ആ ഒരു സമയത്താണ് നമ്മൾ അതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ വറുത്തരച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലുണ്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിവിടെ ഇതാ നൈസ് പത്തിരിയുടെ കൂടെയാണ് ഈ കറി കൂട്ടുന്നത്. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. Thanks for watching.